ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് മീൻകടയിൽ ഒന്ന് കയറി. നല്ല നെയ്യുള്ള അടിപൊളി നല്ല അടിപൊളി മത്തി അല്ലേ, നല്ല നെയ്യ് മുറ്റിയ സാധനം മത്തി. അപ്പോൾ അവനെ മേടിച്ചുകൊണ്ട് വന്നു. അവനെ അങ്ങനെ ഫ്രഷാക്കി എടുത്തു. നല്ല അടിപൊളിയായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി അവനെങ്ങനെ എടുത്തു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് ആയിട്ടുള്ള ഇഞ്ചി, കരിയാപ്പില, വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് എല്ലാം റെഡിയാക്കി അതിൻ്റെ മുളകും പിന്നെ മഞ്ഞളും എല്ലാം കൂടി ചേർത്ത് മസാലയൊക്കെ ചേർത്ത് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷമേ നമ്മൾ ഫ്രൈ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ചെറിയ ജാറായതൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരച്ചെടുക്കണം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാം, അല്ലെങ്കിൽ അരയാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഇഞ്ചി ഒന്ന് മുറിച്ച് ഇതിനകത്തേക്ക് വെക്കണം. വെളുത്തുള്ളി ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ട് ചെയ്തേക്കുള്ളൂ. അങ്ങനെ ഒന്ന് അരയാനുള്ള ഒരു ഇത് കിട്ടും. എന്തായാലും മീനിന് ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കും അരയാൻ എളുപ്പത്തിനാണ്. ഇനി നമുക്ക് ഈ മത്തി ഉണ്ടല്ലോ ഒന്ന് വരയിടണം. ഇങ്ങനെ ഇതേപോലെ വരഞ്ഞ് 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 അതുപോലെ തന്നെ ഈ സൈഡും ഇതേപോലെ വര വീഴുന്ന കാണുന്നില്ല. വരഞ്ഞ് 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 അങ്ങനെ വരയിട്ട് എല്ലാം വരയിട്ടെടുക്കണം. എന്നാലാണ് ഈ മസാലയൊക്കെ ഉണ്ടല്ലോ ഇതിനകത്തേക്ക് ഇറങ്ങുള്ളൂ. മസാലയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാണല്ലോ നല്ല അടിപൊളിയായിരിക്കും. പൊയ്യും നല്ല സൂപ്പർ കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ മസാല എല്ലാം ചേർക്കണം. ഞാൻ കൈ ഒന്ന് കഴിയട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഈ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത്, കറി ലീവ്സ്, കറിവേപ്പില, നേരത്തെ ഉപ്പിട്ടായിരുന്നു, ഒരു പൊടിക്ക് ശകലം കൂടെ ഇട്ടേക്കാം. ഓക്കെ. ഇനി നമ്മുടെ കുരുമുളക് പൊടി അതാണ് ഇട്ടു. ഇനി നമ്മുടെ മഞ്ഞൾ പൊടി, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി മുളക് പൊടി ഒരിത്രയും. ഇച്ചിരി നോക്കേ. ഓക്കെ എല്ലാം ഓക്കെ ആക്കിയത് ഇതിനകത്തിട്ടു. ഇനി നമ്മൾ മൊത്തത്തിൽ ഇവനങ്ങോട്ട് കറക്കി മസാല എല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഇവനെ ഫ്രിഡ്ജ് വെക്കും ഒരു മണിക്കൂർ. എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമ്മളിവനെ തവയ്ക്കകത്ത് ചെറിയ തീയിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അടിപൊളിയായി നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ ചേർത്ത് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവനെ ഒരു മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യും. പക്ഷേ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. അങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പം സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ.